ആദ്യമൊക്കെ പൂരിയുടെയും ചപ്പാത്തിയുടെയും ഉരുളക്കിഴങ്ങ് കറിയായിരുന്നു മെയിനെങ്കിൽ ഇപ്പം ഈ സാധനമാണ് മെയിൻ. അപ്പോൾ അതിനു വേണ്ടി ആദ്യം പരിപ്പിനെ എടുത്ത് നന്നായിട്ട് കഴുകി അതിനെ പ്രഷർ കുക്കറിലിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വേണ്ടി വെക്കണം. ഇനി അതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി സവാള എടുത്ത് ഇതുപോലെ കുനുകുനാന്ന് അരിയണം. പിന്നെ പച്ചമുളക് നമ്മൾ 4 എടുത്തിട്ടുണ്ട്, അതിനെ നീളത്തിന് അരിഞ്ഞ് അതിലോട്ടിടണം. പിന്നെ നമ്മുടെ തക്കാളിക്കുട്ടനെയും കൂടെ അരിഞ്ഞിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരിഞ്ഞിടണം. ഈ ഐറ്റംസ് സെറ്റായി. 1 2 3 ശരിയെന്നാ. ഇനി ഇത് വെന്താന്നും കൂടെ നോക്കണം. വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ആ പരിപ്പിൻ്റെ മണ്ടയിൽ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നും കൂടെ നന്നായിട്ട് വേവിക്കണം. 4 5 വിസിൽ മതി ഇത് വേവാൻ. പിന്നെ പരിപ്പിനും അത്രയൊക്കെ വിസിൽ മതി വേവാൻ. ഇനി എല്ലാം പട്ടുപട്ടേന്ന് ചെയ്യാം. സ്റ്റൗ കത്തിക്കുക, ചീനിച്ചട്ടി എടുത്ത് വെക്കുക, എണ്ണ വാരി ഒഴിക്കുക. വാരിയൊന്നും ഒഴിക്കരുത്, ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ഇനി എടുത്ത് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ സൈഡിലൊന്നും ആരും ചെന്ന് നിൽക്കരുത്. ഈ ഡിസ്ക്ലൈമർ ഞാൻ തരാൻ കാരണം അതെൻ്റെ ദേഹത്തൊന്ന് തെറിച്ചായിരുന്നു. ഞാൻ അതുകൊണ്ട് മാറി നിന്നാണ് വീഡിയോ എടുത്തത്. അതിലോട്ട് വയണയിലയൊക്കെ വെച്ചിട്ടുള്ള മസാല എടുത്തിടണം. പിന്നെ കറിവേപ്പില കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പരിപ്പ്, സവാള, തക്കാളി ആ കൂട്ടെല്ലാം കൂടി ഇതിനകത്തോട്ട് ഇടുക. എന്നിട്ട് കുറച്ച് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് മഞ്ഞൾപ്പൊടി ഇടണം, മുളക് പൊടി ഇടണം, മല്ലിപ്പൊടി ഇടണം, പിന്നെ ഗരം മസാല ഇടണം. ഇനി കുറച്ച് പെപ്പർ, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു മണം അടിക്കും. എൻ്റെ സാറേ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളി മണമാണ്. മുളക് പൊടി കുറഞ്ഞു പോയെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുളക് പൊടി വാരിയിരുന്ന് കണ്ട് പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നേരെ പാത്രത്തിലോട്ട് മാറ്റണം. ഇതാണ് നമ്മുടെ മെയിൻ കഥാനായകൻ്റെ എൻട്രി. ദേ കിടന്ന് പൊരിയണ കണ്ടോ. ഇനി എന്തായാലും പോയി കഴിച്ചിട്ട് വരാം. ഓക്കെ ബൈ.